നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ വിപുലമായ ഓണാഘോഷത്തിന് തുടക്കം. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര വയോജന കേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ ശാഖയായ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ 10 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷത്തിന് പ്രൗഢമായ തുടക്കമായി. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി പ്രേം ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നമുക്ക് ആൻസൈറ്റി വരും, അല്ലെ, ആകാംക്ഷ വരും. ഇതൊക്കെ കുഴപ്പങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഓരോ വർഷവും ഓണം വരുമ്പോൾ നമ്മൾ ഓർമ്മകൾ അയവിറക്കണം എന്ന് പറയുന്നത്? നല്ല ഓർമ്മകളെ നമ്മൾ മുൻപോട്ട് കൊണ്ടുവരിക. ആ ഓർമ്മകൾ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാക്കേണ്ട ഒരു വികാരം എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. അതെന്തിനാണ്? പുതുതായി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് ഈ ഓർമ്മ. ഓണത്തിന്റെ ഓർമ്മ വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്ന എന്താണ്? ഉപ്പേരിയുടെ മണം വരില്ലേ? ഇല്ലേ? ഇപ്പോഴും നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി പൂക്കളുടെ നിറങ്ങൾ, പല നിറത്തിലുള്ള പൂക്കൾ വെച്ച് പൂക്കളം ഇട്ടത് കൊച്ചുനാളിൽ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഓർമ്മ വരില്ലേ? അതുപോലെ ഓണപ്പാട്ടുകൾ പാടിയത്, ഓണക്കളികൾ, ഓണസദ്യയുടെ സാമ്പാറിന്റെ മണം, പപ്പടത്തിന്റെ മണം, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഒന്നുകൂടി ഓർത്ത്? ഇപ്പം നമ്മൾക്ക് വിഭവസമൃദ്ധമായ സദ്യ എല്ലാ ദിവസവും കിട്ടും, അല്ലേ? അപ്പോഴും അന്നൊക്കെ ആണെങ്കിൽ കൃഷിയായിരുന്നു നമ്മളുടെ മെയിൻ ജോലി, തൊഴിൽ. അപ്പം കൃഷിയിൽ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ വർഷത്തിലൊരിക്കലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് കിട്ടുന്ന ആ ഒരു സംഗതിക്ക് നമുക്ക് ആഹ്ലാദം കൂടുതലാണ്. ദിവസവും കിട്ടിയപ്പോൾ അതിന് നമ്മൾക്ക് അതിൻ്റെ വില അറിയാതെ പോകുന്നു. അപ്പം നമ്മളെ ഈ പഴയ നല്ല കാര്യങ്ങൾ ഓർക്കാനും, ബന്ധങ്ങൾ നമ്മൾ ഓർക്കും. പലരെയും നമ്മൾ കാണുന്നത് ഈ ഓണക്കാലത്താണ്, അല്ലേ? ഓണപ്പുടവ കൊടുക്കുന്നു, ഓണക്കാലത്ത് അമ്മമാരെയും അച്ഛന്മാരെയും പോയി കാണുന്നു. ഇതൊക്കെ നല്ല ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ വീണ്ടും കൊണ്ടുവരാനും അതിൽ നിന്നുള്ള ഊർജത്തിൽ വീണ്ടും നന്നായി മുന്നോട്ട് ജീവിക്കാനും. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആശാ വി രേഖ മുഖ്യ പ്രഭാഷണം നടത്തി. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് അംഗം സി സന്തോഷ്, കഥാകൃത്ത് ഇളവൂർ ശശി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പ്രേം ഷാജി പള്ളിമൺ, അജിത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ സ്വാഗതവും സ്നേഹാലയം PRO ഷിബു റാവുത്തർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൊല്ലം ശക്തിഗാഥ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. ഡോക്ടർ ദീപ്തി പ്രേമിൻ്റെ നേതൃത്വത്തിൽ ഗായകരായ അജിത്ത്, അരുൺ, പ്രസാദ് എന്നിവർ ഗാനവിരുന്നിന് നേതൃത്വം നൽകി. പഴയകാല ഓണക്കാലത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ ഉണർത്തുന്ന ഓണപ്പാട്ടുകളും ജനപ്രിയ ഗാനങ്ങളും സംഗീത വിരുന്നിന് കൂടുതൽ മിഴിവേകി. ഓണപ്പാട്ടുകളിലൂടെയും പഴയകാല ഗാനങ്ങളിലൂടെയും ഒരു കാലത്തെ ഓണക്കാല ജീവിതത്തിൻ്റെ ലാളിത്യവും കൂട്ടായ്മയും ഓർമ്മകളുമാണ് വേദിയിൽ പുനരാവിഷ്കരിക്കപ്പെട്ടത്. സ്നേഹാലയത്തിലെ അന്തേവാസികളും അവരുടെ ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തവരും ഗാനങ്ങൾക്കൊപ്പം ഓർമ്മകൾ പങ്കുവച്ചത് പരിപാടിയെ വേറിട്ട അനുഭവമാക്കി. വിവിധ കലാപരിപാടികൾ, സംഗീത വിരുന്നുകൾ, ഓണപ്പാട്ടുകൾ, സൗഹൃദ സംഗമങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ തിരുവോണ നാൾ വരെയുള്ള 10 ദിവസങ്ങളിലും വിപുലമായ പരിപാടികളാണ് സ്നേഹാലയത്തിൽ സംഘടിപ്പിക്കുന്നത്. പ്രായത്തിൻ്റെ അതിരുകൾ മറന്ന് സ്നേഹവും സന്തോഷവും പങ്കുവച്ച് എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കാനുള്ള വേദിയായി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലെ ഓണാഘോഷം മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം. Jagara
കരപ്പുറത്തിനി ഉത്സവമായി ചാകര കരപ്പുറത്തിനി മത്സരമായി ചാകര കരപ്പുറത്തിനി ഉത്സവമായി ചാകര കരപ്പുറത്തിനി മത്സരമായി ചാമര കക്കിളി നോക്കടി പഞ്ചമിയേ ഓമന പൊന്നല കൊക്കടി പഞ്ചമിയേ ഓണമായി ഓണമായി പൊന്നോണമായി പൊന്നോണമായി Shankari Radhi Vanya Gosha